പ്രതിസന്ധികൾക്കിടയിലും പുഞ്ചിരിക്കാൻ കഴിയുമോ? ചിലർക്ക് കഴിയും. ആ കഴിവ് എങ്ങനെയാണ് നമ്മുടെ ഉള്ളിലെ ശക്തിയുടെ അല്ലെങ്കിൽ ആത്മീയ പക്വതയുടെ ഒരു അടയാളമാകുന്നതെന്ന് നമുക്ക് ഇന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ജീവിതത്തിലെ ചില സമയങ്ങളിൽ ഒരു കൊടുങ്കാറ്റ് വരുന്നതുപോലെ തോന്നാറില്ലേ? ആ സമയങ്ങളിലാണ് നമ്മുടെയൊക്കെ യഥാർത്ഥ പരീക്ഷണം തുടങ്ങുന്നത്, അല്ലേ? നല്ല സമയത്ത് എല്ലാം വിചാരിച്ചതുപോലെ നടക്കുമ്പോൾ ആർക്കാണ് ചിരിക്കാൻ പറ്റാത്തത്? അതിന് പ്രത്യേകിച്ചൊരു കഴിവൊന്നും വേണ്ടല്ലോ. പക്ഷേ ആ ശരിക്കുള്ള ചോദ്യം വരുന്നത് എപ്പോഴാണെന്നറിയോ? ജീവിതത്തിൽ പെട്ടെന്നൊരു കൊടുങ്കാറ്റടിക്കുമ്പോൾ, കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുമ്പോൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എങ്ങനെ പ്രതികരിക്കും? ഒന്ന് ആലോചിച്ചു നോക്കൂ. അതെ, ആ നിമിഷങ്ങളാണ് നമ്മുടെയൊക്കെ സ്വഭാവം ശരിക്കും അളക്കുന്നത്. നമ്മുടെ ഉള്ളിൽ എത്രത്തോളം ശക്തിയുണ്ടെന്ന് പുറത്തുവരുന്നത് അപ്പോഴാണ്. അതിനൊരു പേര് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിലൊരു ഹ്യൂമൻ ഇലക്ട്രിസിറ്റിയാണെന്ന് പറയാം. നമ്മുടെ ആന്തരികമായ ഒരു ഊർജം. ആ പരീക്ഷണ സമയത്താണ് ആ എനർജി ശരിക്കും എത്രയുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കാതൽ എന്താണ്? ഗുരുദേവ് വളരെ മനോഹരമായിട്ട് ഇത് പറയുന്നുണ്ട്. വിഷമഘട്ടങ്ങളിലും പതറാതെ പോസിറ്റീവായി നിൽക്കാനുള്ള കഴിവ്, അതുതന്നെയാണ് ആത്മീയ പക്വതയുടെ ഏറ്റവും വലിയ അടയാളം. ഇതിനെ നമുക്ക് വേറൊരു രീതിയിൽ പറയാം. നമ്മുടെ ഉള്ളിലൊരു ബാറ്ററി ഉണ്ടെന്ന് സങ്കല്പിക്കുക. അതാണ് നമ്മുടെ ആത്മീയ പക്വത. നല്ല സമയത്ത് ഈ ബാറ്ററി ഫുൾ ചാർജ് ആയിരിക്കും. പക്ഷെ പ്രശ്നങ്ങൾ വരുമ്പോൾ ആ ചാർജ് എത്രത്തോളം നിലനിൽക്കുന്നുണ്ട്? അതാണ് യഥാർത്ഥ ചോദ്യം. അപ്പോൾ ഈ ആന്തരിക ശക്തിയെ നമുക്ക് ഒരു വജ്രകവചം പോലെ രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റും. പുറത്തുനിന്ന് എന്തു വന്നാലും തകർക്കാൻ പറ്റാത്ത ഒന്ന്. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇത് പ്രശ്നങ്ങളെ കാണാതിരിക്കുകയോ അതിൽ നിന്ന് ഒളിച്ചോടുകയോ ചെയ്യുന്നതിനെക്കുറിച്ചല്ല, അല്ല. മറിച്ച് കൊടുങ്കാറ്റിന്റെ നടുവിൽ തന്നെ ഒട്ടും കുലുങ്ങാതെ നിൽക്കുന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ ഈ വജ്രകവചം എങ്ങനെ നമുക്ക് സജീവമാക്കാം? ഒന്നാമതായി, കൊടുങ്കാറ്റിനെ നേർക്കുനേർ കാണുക, അതിനെ അംഗീകരിക്കുക. രണ്ടാമത്, നമ്മളിലുള്ള ശക്തിയെ തിരിച്ചറിഞ്ഞ് അതിനെ ആക്ടിവേറ്റ് ചെയ്യുക. അവസാനം, ആ സ്ഥിരതയും സമാധാനവും നമ്മളിൽ നിന്ന് ചുറ്റുമുള്ളവരിലേക്കും പകരുക. ശരിക്കും പറഞ്ഞാലേ, ഏതൊരു പ്രതിസന്ധിയിലും പകുതി പ്രശ്നം നമ്മുടെ ഉള്ളിലാണ്. നമ്മൾ മാത്രം ശാന്തമായി നിന്നാൽ, മനസാന്നിധ്യം കൈവിടാതിരുന്നാൽ 50% പ്രശ്നം അവിടെ തീർന്നു. അത്രയും പവർഫുള്ളാണ് നമ്മുടെ ഉള്ളിലെ സമാധാനം. നമ്മുടെ ഉള്ളിലെ ഈ ശക്തിക്ക് നമ്മളെ സംരക്ഷിക്കാൻ മാത്രമല്ല കഴിവുള്ളത്. അതിനേക്കാൾ മനോഹരമായ ഒരു കാര്യമുണ്ട്. നമുക്ക് മറ്റുള്ളവർക്ക് ഒരു ഊർജ്ജ സ്രോതസ്സായി, ഒരു പവർ ബാങ്കായി മാറാൻ പറ്റും. നിങ്ങളുടെ വീട്ടിലൊരു പ്രതിസന്ധി വരുമ്പോൾ നിങ്ങളുടെ റോൾ എന്തായിരിക്കും? ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി പ്രശ്നം വഷളാക്കുന്നയാളാണോ? അതോ എല്ലാവർക്കും ഒരു ആശ്വാസമാവുന്നയാളാണോ? അതെ, നമ്മുടെ മുന്നിൽ എപ്പോഴും 2 വഴികളുണ്ട്. ചോയ്സ് എ, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക, പ്രശ്നം വലുതാക്കുക. അല്ലെങ്കിൽ ചോയ്സ് ബി, അവരുടെ ശക്തിയായി മാറുക, അവർക്ക് താങ്ങാവുക. ഏത് തിരഞ്ഞെടുക്കണം എന്നത് നമ്മുടെ മാത്രം തീരുമാനമാണ്. അങ്ങനെ നമ്മൾ മറ്റുള്ളവരുടെ ശക്തിയാകുമ്പോൾ നമ്മൾ അവർക്കൊരു പോസിറ്റീവ് പവർ ബാങ്കായി മാറുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ശാന്തത കൊണ്ട്, നമ്മുടെ മനക്കരുത്ത് കൊണ്ട് തളർന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ റീചാർജ് ചെയ്യാൻ കഴിയുന്നത് എത്ര നല്ല കാര്യമാണ്. അപ്പോൾ ഈ പറയുന്ന ആത്മീയ പക്വതയുടെ യഥാർത്ഥ അടയാളങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ചുരുക്കിയൊന്ന് നോക്കാം. ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്നാമത്തേത് സ്ഥിതപ്രജ്ഞൻ, അതായത് എന്ത് പ്രതിസന്ധി വന്നാലും കുലുങ്ങാതെ നിൽക്കാനുള്ള കഴിവ്. രണ്ടാമത്തേത് ശത്രുതമൻ, നമ്മുടെ ഉള്ളിലെ ഭയത്തെയും ഉത്കണ്ഠയെയും കീഴടക്കാനുള്ള ശക്തി. മൂന്നാമത്തേത് സഹയോഗ്, പ്രതിസന്ധിയിൽ നമ്മുടെ പങ്കാളിയുടെയോ പ്രിയപ്പെട്ടവരുടെയോ ശക്തിയായി മാറുക. നാലാമത്തേത് ധൈര്യം, ഇത് ധൃതി കാണിക്കാനുള്ളതല്ല, മറിച്ച് ശരിയായ സമയത്തിനു വേണ്ടി കാത്തിരിക്കാനുള്ള ശക്തിയാണ്. അവസാനമായി ശ്രദ്ധ, അതായത് ഓരോ വേദനയ്ക്കു പിന്നിലും ഒരു വലിയ ശക്തിയുടെ പാഠം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് തിരിച്ചറിയാനുള്ള കഴിവ്. അതുകൊണ്ടൊരു കാര്യം എപ്പോഴും ഓർക്കുക, നിങ്ങൾക്ക് മുന്നിലുള്ള പ്രതിസന്ധി അത് നിങ്ങളുടെ ആത്മാവിനേക്കാൾ വലുതല്ല, ഒരിക്കലുമല്ല. നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് ആനന്ദത്തിന്റെ ഉറവിടം. അപ്പോൾ ഒന്നുകൂടെ ആലോചിച്ചു നോക്കൂ. ആ പ്രതിസന്ധിയുടെ നടുവിൽ വിരിയുന്ന നിങ്ങളുടെ ഒരു പുഞ്ചിരി, അതിന് എത്രത്തോളം ശക്തിയുണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ?